കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ കട്ട്ലറ്റാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നതൊക്കെ നല്ല ഇഷ്ടമാണല്ലേ. എന്നാൽ നമുക്കിത് അതേ ടേസ്റ്റിൽ വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. അതിനായിട്ട് 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് കഴുകി വൃത്തിയാക്കി കടായിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. എല്ലുള്ളത് എടുത്താൽ നമുക്ക് വേവിച്ചിട്ട് അതൊക്കെ എടുത്ത് കളയേണ്ടി വരും. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടുതലങ്ങ് ഒഴിക്കണ്ട കേട്ടോ. ചിക്കൻ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയാൽ മതി. എന്നാൽ അതിൽ നിറയെ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. കുക്കറിലാണെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കടായിലാണ് വെച്ച് വേവിച്ചെടുക്കുന്നത്. പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുത്ത് കരിയാതെ നന്നായിട്ട് നോക്കിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കില്ല കേട്ടോ. ചിക്കൻ നന്നായിട്ട് വെന്തു, വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി വേണ്ടത് 2 കിഴങ്ങാണ് കേട്ടോ. മീഡിയം സൈസ് 2 കിഴങ്ങ് നമുക്ക് കഴുകി തോലെല്ലാം ചെത്തി നീറ്റാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുത്ത് വെക്കാം കേട്ടോ. നല്ലപോലെ എല്ലാം ഒന്ന് ഉടച്ചെടുത്ത് വെക്കണം. ചിക്കൻ അതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് തണിഞ്ഞു കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടാറിയിട്ട് വേണം കേട്ടോ ഒന്ന് ചതച്ചെടുത്ത് വെക്കാൻ. 2 മീഡിയം സൈസ് കിഴങ്ങ് മാത്രമാണ് എടുത്തിട്ടുള്ളത്, വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ളത്. കൂടുതലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ്റെ അളവിനനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ ചെറിയ 10 വെളുത്തുള്ളി അല്ലി നൈസായിട്ട് അരിഞ്ഞതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കഴുകി വൃത്തിയാക്കി നൈസായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്തത്. 2 ചെറിയ പച്ചമുളകും കൂടി നൈസായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയൊക്കെ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് കുറച്ചല്ലേ വേണ്ടുള്ളൂ, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള നൈസായിട്ട് അരിഞ്ഞിരിക്കണം, നൈസായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി, അതും വളരെ നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. എന്നിട്ട് നന്നായിട്ടതൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. കരിയാനൊന്നും പാടില്ല. നന്നായിട്ടൊന്ന് വഴറ്റി നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്ക് മൂപ്പിക്കണം. ഒരല്പം ഉപ്പും കൂടി ചേർത്താൽ പെട്ടെന്നാവുമല്ലോ, അതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയിട്ട് വേണം, നമ്മൾ ചിക്കനിലും കിഴങ്ങിലൊക്കെ ചേർക്കാനുള്ളതാണ്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ കുരുമുളക് ചതച്ചത് ചേർക്കാം. ഇതും നമ്മളെ എരിവിനനുസരിച്ച് വേണം. കൂടുതൽ ഇഷ്ടാവുന്ന എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1 സ്പൂൺ ഗരം മസാലയാണ്. നല്ല ഫ്ലേവറൊക്കെ കിട്ടട്ടെ അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തു. അതിനുശേഷം ചിക്കൻ നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ചേർക്കാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1-2 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം പൊട്ടറ്റോ നമ്മളിവിടെ ചതച്ച് വെച്ചതില്ലേ, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തു. ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഇടാം. അതിനുശേഷം നമുക്കിതൊന്ന് തണിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം കേട്ടോ. എല്ലാ മസാലയും ചിക്കനും കിഴങ്ങും എരിവും ഉള്ളിയുടെയും എല്ലാം കൂടി ഒന്ന് ചേർന്ന് വരട്ടെ. നല്ലപോലെ കുഴച്ച് ഒരു ബോളാക്കിയിട്ട് നമുക്കിത് എടുത്ത് വെക്കാം. വളരെ ഈസിയാണ് കേട്ടോ. ഇത് തണിഞ്ഞതിന് ശേഷം മാത്രം ചെയ്താൽ മതി. ഇതാ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് വാങ്ങിച്ചാലും മതി കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഒരു കോഴിമുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കാം. വളരെ ഈസിയാണ്. ഓരോ ഉരുളയായിട്ട് നമ്മൾ കുഴച്ചെടുത്ത് വെച്ച മാവ് റൗണ്ടാക്കിയെടുക്കാം. കട്ട്ലറ്റിൻ്റെ ഷേപ്പില്ലേ, അതേപോലെ ഒന്ന് ഉരുട്ടി കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇതേപോലെ ഷേപ്പാക്കി ഒന്ന് എടുക്കാം. കട്ട്ലറ്റിൻ്റെ അതേ ഷേപ്പിലൊന്ന് എടുത്തതിന് ശേഷം മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ഒന്ന് മുക്കിയെടുക്കണം. ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അതൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഉടഞ്ഞൊന്നും പോവില്ല. നമ്മൾ കറക്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് കുഴച്ചുരുട്ടി എടുത്താൽ മതി. ഇതേപോലെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, 7 എണ്ണം ഇതേപോലെ
റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അളവൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചെയ്യാം, കൂട്ടിയോ കുറച്ചൊക്കെ ചെയ്യാം. എന്നിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ സിമ്മിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ, ഹൈ ഫ്ലെയിമിലായതിന് ശേഷം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് പൊടിയാനോ ഒക്കെ സാധ്യതയുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി പതുക്കെ ഒന്ന് ഒരു ഭാഗം ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ പതുക്കെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നാൽ കൂടുതലും കുറവും ആവാൻ പാടില്ല, അപ്പോൾ ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ, അതൊക്കെ ശ്രദ്ധിക്കണേ. ഉൾഭാഗമൊക്കെ പതുക്കെ വെന്ത് വരണം കേട്ടോ, അല്ലെങ്കിൽ മേലെ കരിഞ്ഞു പോവും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് കുറച്ച് സമയം എടുത്ത് ഒരു ഗോൾഡൻ കളറും കുറച്ചും കൂടി കൂടട്ടെ, അപ്പോഴേക്കേ ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ടാവുള്ളൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെ അഭിപ്രായം പറയണേ.